ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. മറ്റെല്ലാ അസ്വസ്ഥതകളിൽ നിന്നും വിടുതൽ ലഭിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. മറ്റൊന്നിനെക്കുറിച്ചും ആകുലപ്പെടുകയോ ചിന്തിക്കുകയോ വേണ്ട. ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ കർത്താവായ, എന്നെ സൃഷ്ടിച്ചവനായ, അമ്മയുടെ ഉദരത്തിൽ എന്നെ മെനഞ്ഞവനായ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഹൃദയത്തിൽ അനുഭവിച്ച് പ്രാർത്ഥിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ കർത്താവിൻ്റെ സാന്നിധ്യം, ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അവൻ്റെ മഹത്വമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് എൻ്റെ കണ്ണുനീരുകളെ, എൻ്റെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്നവനാണ് എൻ്റെ ഈശോ. ഈശോ എൻ്റെ കണ്ണുനീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുന്നു. ഈശോ എൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കാം. ഈശോ എൻ്റെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈശോ എൻ്റെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്നു. എൻ്റെ കണ്ണീർ കണങ്ങളെ അവിടുന്ന് മണിമുത്തുകളാക്കി മാറ്റുന്നു. ഇന്നത്തെ പ്രാർത്ഥനാ മന്ത്രം അതാണ്: ഈശോ എൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കുന്നു. ഈശോ എൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുന്നു. ഈശോ എൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഉള്ളിലേക്ക് ശ്വാസമെടുക്കുകയും നന്നായി അത് പുറത്തേക്ക് നിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനാ മന്ത്രം ഹൃദയത്തിൽ ആവർത്തിച്ച് പറയുന്നു: ഈശോ എൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുന്നു. നമുക്ക് ഒത്തിരിയേറെ വേദനകൾ ജീവിതത്തിലുണ്ട്, സങ്കടങ്ങളുണ്ട്. രോഗത്തിൻ്റെ ഫലമായിട്ടാകാം, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, മക്കളുടെ പെരുമാറ്റ രീതികൾ. നമ്മുടെ കണ്ണുനീരിന് ഒത്തിരിയേറെ കാരണങ്ങളുണ്ട്. ജീവിത പങ്കാളിയിൽ നിന്ന് പരിഗണന ലഭിക്കാതിരിക്കുന്ന സാഹചര്യം, മാതാപിതാക്കളിൽ നിന്ന് വേണ്ടത്ര അംഗീകാരം ലഭിക്കാത്ത ഒരു ഗാർഹിക അന്തരീക്ഷം, അംഗീകാരത്തിന് പകരം കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും മാത്രം, അഭിനന്ദനങ്ങൾക്ക് പകരം ചോദ്യം ചെയ്യലുകൾ മാത്രം, കുറ്റം കണ്ടെത്തലുകൾ മാത്രം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. അങ്ങനെ കണ്ണുനീർ കണങ്ങൾക്ക് ഒത്തിരിയേറെ കണ്ണീരിന് കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ ഞാൻ വിചാരിച്ച രീതിയിൽ എൻ്റെ പരീക്ഷയിൽ ഒരു സ്കോർ എനിക്ക് കിട്ടിയില്ല, അതാകാം.
ഞാൻ നല്ലൊരു വിജയം നേടിയിട്ടും എന്നെ അഭിനന്ദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചവർ ഒരു നല്ല വാക്കുപോലും പറഞ്ഞില്ല. ഹൃദയം മുറിവേൽക്കാൻ എത്രയോ കാരണങ്ങൾ. കടബാധ്യതകളുടെ ഭാരം, ഒരു ഭവനമില്ലാത്ത സാഹചര്യം, എന്ത് ചെയ്തിട്ടും വിജയം വരിക്കാത്ത, ഒരു മെച്ചപ്പാടുമില്ലാത്ത ഒരു ജീവിത സാഹചര്യം. നമുക്ക് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഈശോ എൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുന്നു. ഈശോ എൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുന്നു. ഈശോ എൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുന്നു. 10 പ്രാവശ്യം പറയാം. ഈശോ എൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുന്നു. 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 കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് വീണ്ടും നേരെയിരുന്ന് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് മനസ്സിലുള്ള ഭാരങ്ങളുടെ ശ്വാസം പുറത്തേക്ക് നിശ്വസിച്ച് ഈശോയുടെ സാന്നിധ്യമുള്ള ശ്വാസം പ്രകാശത്തിൻ്റെ ശ്വാസമാണ്. ഉള്ളിലേക്ക് പ്രകാശം ശ്വസിച്ചെടുക്കുമ്പോൾ ഉള്ളിലുള്ള അന്ധകാരം നീങ്ങിപ്പോകുന്നു. പ്രകാശമുദിക്കുമ്പോൾ ഇരുട്ട് മാറുന്നത് പോലെ ഈശോയുടെ സാന്നിധ്യമുള്ള ശ്വാസം മധുരമുള്ള ശ്വാസമാണ്. ഈശോയുടെ സാന്നിധ്യം മധുരമുള്ള സാന്നിധ്യമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കുക. മധുരം ചെല്ലുമ്പോൾ കയ്പ് താനെ അപ്രത്യക്ഷമാകുന്നു എന്നതുപോലെ ഈശോയുടെ മധുരം, യേശുനാമത്തിൻ്റെ മധുരം, ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ മധുരം അന്തരംഗത്തിൽ നിറയുമ്പോൾ ഹൃദയത്തിലുള്ള കയ്പ്, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, ആകുലതകളുടെ, ഭയത്തിൻ്റെ കയ്പ് അത് പുറന്തള്ളപ്പെടുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. അവിടുത്തെ സാന്നിധ്യം നമ്മെ സാന്ത്വനപ്പെടുത്തുന്ന സാന്നിധ്യമാണ്, സമാശ്വസിപ്പിക്കുന്ന സാന്നിധ്യമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഒരു പുത്തനുണർവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ വെളിച്ചത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഉള്ളിലേക്ക് ശ്വാസമെടുക്കുമ്പോൾ ഈശോ എൻ്റെ കണ്ണീർ കണങ്ങളെ എന്ന് പറയാം. പുറത്തേക്ക് വിടുമ്പോൾ മണിമുത്തുകളാക്കി മാറ്റുന്നു എന്ന് പറയാം. ഈശോ എൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം. ഈശോ എൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുന്നു. 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 ഈശോ എൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുന്നു.
ഈശോ എൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുന്നു. ഈശോ എൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുന്നു. ഈശോ എൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുന്നു. ഈശോ എൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുന്നു. ഈശോ എൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുന്നു. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുരവസ്ഥകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് വീണ്ടും സമർപ്പിക്കാം. ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഭാരങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ദുഃഖങ്ങൾ, ഇന്നത്തെ ദുരിതങ്ങൾ, ഇന്നത്തെ വേദനകൾ, ഇന്നത്തെ അസ്വസ്ഥതകൾ ഈശോയെ ഏൽപ്പിക്കാം. ഇന്നത്തെ പ്രാർത്ഥനകൾ, ഇന്നത്തെ യാചനകൾ ഈശോയെ ഏൽപ്പിക്കാം. വിട്ടുമാറാത്ത രോഗപീഠകൾ, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ, വിവാഹം നടക്കുന്നില്ല, സന്താന സൗഭാഗ്യം ലഭിക്കുന്നില്ല, കുടുംബത്തിൽ ഒരൈക്യമുണ്ടാകുന്നില്ല, ചില അന്ധവിശ്വാസങ്ങളും അബദ്ധധാരണകളും കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കിയിരിക്കുന്നു, പ്രാർത്ഥനയില്ലാതെയായിരിക്കുന്നു, വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു, ഭാരങ്ങൾ അനുദിനം കൂടുന്നതല്ലാതെ കുറയുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധികൾ, നടക്കാതെ പോകുന്ന വസ്തു ഇടപാടുകൾ, പ്രശ്നങ്ങൾ, വഴക്കുകൾ, കേസുകൾ, കുടിവെള്ളത്തിന് പോലും പ്രയാസമനുഭവിക്കുന്ന സാഹചര്യം, വഴിയില്ലാത്ത അവസ്ഥ, മക്കൾ പഠിക്കുന്നില്ല, മക്കൾക്ക് വിചാരിച്ചതുപോലെയുള്ള ഒരു വിജയം ലഭിച്ചില്ല. എൻ്റെ കണ്ണീർ കണങ്ങൾ ആര് മണിമുത്തുകളാക്കി മാറ്റും? ഇന്നത്തെ എൻ്റെ പ്രയാസങ്ങൾ ആര് എനിക്ക് മഹത്വത്തിന് ഉപകരിക്കുന്നതാക്കി മാറ്റും? എൻ്റെ സഹനങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? എൻ്റെ കണ്ണുനീരിന് എന്തെങ്കിലും മാറ്റം വരുമോ? എൻ്റെ കരച്ചിൽ പുഞ്ചിരിയായി, പൊട്ടിച്ചിരിയായി കർത്താവ് മാറ്റിത്തരുമോ? കരഞ്ഞുകൊണ്ട് വിത്തും ചുമന്നുകൊണ്ടുവരുന്ന എനിക്ക് സന്തോഷഘോഷത്തോടെ ആനന്ദഗാനവും പാടി കറ്റയും ചുമന്ന് മടങ്ങിപ്പോകാൻ കഴിയുമോ? തീർച്ചയായിട്ടും കുഞ്ഞെ, കരഞ്ഞുകൊണ്ട് വിത്തും ചുമന്നു വരുന്ന നീ സന്തോഷത്തോടെ ആനന്ദ നൃത്തം വെച്ചുകൊണ്ട് മടങ്ങിപ്പോകും. ഈശോ നിന്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റാൻ കഴിവുള്ളവനും അവനത് ചെയ്യുന്നവനുമാണ്. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഈശോ എൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുന്നു. 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 കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വയ്ക്കാം. എൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുന്നവൻ്റെ നാമം എനിക്ക് ധാരാളം മതി. യേശുനാമം മതി, യേശുനാമം മാത്രം മതി. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന സുന്ദരനായ സ്നേഹിതനെ, നീ എനിക്ക് മതിയായവനാണ്. നീ എനിക്ക് നൽകുന്നത്, ഈ ഭൂമിയിൽ നൽകുന്നത് മരണമായിക്കൊള്ളട്ടെ, ജീവനായിക്കൊള്ളട്ടെ, സൗഖ്യമായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, എനിക്കൊരു കാര്യമറിയാം. എനിക്ക് സംഭവിക്കുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കായി മാറ്റാൻ കഴിവുള്ളവനും നീ അത് ചെയ്യുന്നവനുമാണ്. നീ എനിക്ക് നൽകുന്നതെല്ലാം എൻ്റെ നന്മയ്ക്കായി നൽകുന്നതാണെന്ന് എനിക്കറിയാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത്
ഇരുവശങ്ങളിലേക്കും കരമടിച്ച് ചെരിഞ്ഞ് ആടി യേശുനാമം മതി, യേശുനാമം മതി, യേശുനാമം മാത്രം മതി, യേശുനാമം മാത്രം മതി. യേശുനാമം മതി, യേശുനാമം മതി, യേശുനാമം മാത്രം മതി, യേശുനാമം മാത്രം മതി. യേശുനാമം മതി, യേശുനാമം മതി, യേശുനാമം മാത്രം മതി, യേശുനാമം മാത്രം മതി. യേശുനാമം മതി, യേശുനാമം മതി, യേശുനാമം മാത്രം മതി, യേശുനാമം മാത്രം മതി. യേശുനാമം മതി, യേശുനാമം മതി, യേശുനാമം മാത്രം മതി, യേശുനാമം മാത്രം മതി. യേശുനാമം മതി, യേശുനാമം മതി, യേശുനാമം മാത്രം മതി, മാത്രം മതി. ആരാധന 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 സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധ്യനേ ആയിരങ്ങളിൽ അതിശ്രേഷ്ഠനേ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനേ. ആരാധന ആരാധന ഈശോയേ, പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കുന്നു, പൂർണ്ണ മനസ്സോടെ വിളിക്കുന്നു. ഇരു കരങ്ങളും ശിരസിന് മുകളിൽ ഉയർത്തി വിളിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കട്ടെ, സ്വർഗം തുറക്കപ്പെടട്ടെ, മാലാഖമാരിറങ്ങി വരട്ടെ, വിശുദ്ധരുടെ സമൂഹത്തോട് ചേർന്ന് വിളിക്കട്ടെ. അഭിഷേകം 10,000 മടങ്ങായി വർദ്ധിക്കട്ടെ. ശക്തമായ ഒരു വിടുതലിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. പുത്തൻ പെന്തക്കോസ്ത അനുഭവം ഉണ്ടാകട്ടെ. രോഗപീഠകൾ വിട്ടുമാറട്ടെ. കരമടിച്ച എന്റെ സുന്ദരനായ സ്നേഹി
നൽകുന്നതെന്തും എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ജീവനോ മരണമോ സൗഖ്യമോ രോഗമോ നീ എനിക്ക് നൽകുന്നതെന്തും എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ജീവനോ മരണമോ സൗഖ്യമോ രോഗമോ നീ എനിക്കു നൽകുന്നതെന്തും എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ജീവനോ മരണമോ സൗഖ്യമോ രോഗമോ നീ എനിക്ക് നൽകുന്നതെന്തും എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. യേശുനാമം മതി, യേശുനാമം മതി, യേശുനാമം മാത്രം മതി, യേശുനാമം മാത്രം മതി, യേശുനാമം മതി, യേശുനാമം മതി, യേശുനാമം മാത്രം മതി, യേശുനാമം മാത്രം മതി. ആരാധന എനിക്കായി നീതി നടത്തി തരുന്ന ദൈവമേ, എന്റെ മേൽ കരുണ വർഷിക്കുന്നവനേ, കരുണയുടെ വാതിൽ കടക്കാൻ എന്റെ കരം പിടിക്കുന്നവനേ, അനുതാപത്തിന്റെ കണ്ണീർ പൊഴിച്ചു നിന്റെ പാദം കഴുകാൻ എന്നെ അനുവദിക്കുന്നവനേ, എനിക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുന്നവനേ, പിച്ചളവാതിലുകൾ തുറക്കുന്നവനേ, ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുന്നവനേ, അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരവും എനിക്കായി ഒരുക്കി വച്ചിരിക്കുന്നവനേ, അത്തിമരം പൂക്കുന്നില്ലെങ്കിലും വയലിൽ ധാന്യം വിളഞ്ഞില്ലെങ്കിലും ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ, വയലിൽ മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ആലയിലാടുകൾ അറ്റുപോയാലും ഹല്ലേലൂയാ, ആലികളില്ലാതെയായാലും കർത്താവേ നീയാണെന്റെ ബലം, നീയാണെന്റെ ആശ്രയം, നിന്നിൽ മാത്രം ഞാൻ ശരണം വയ്ക്കും. ഈശോയേ, എന്റെ രോഗങ്ങൾ എനിക്ക് നന്മയാക്കി മാറ്റുന്നവനേ, എന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവനേ, എനിക്ക് സമാശ്വാസമായി മാറുന്നവനേ, എനിക്ക് വിജയം നൽകുന്നവനേ, എന്നെ വളർത്തുന്നവനേ, എന്റെ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കുന്നവനേ, മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടാതെ നടക്കാൻ എനിക്ക് ധൈര്യം നൽകുന്നവനേ, തന്റെ ശാഖയെ മുന്തിരിച്ചെടി ചേർത്ത് പിടിക്കുന്നത് പോലെ തന്റെ ഹൃദയത്തോട് എന്നെ ചേർത്ത് പിടിക്കുന്നവനേ, കരമടിച്ച് ആത്മാവിനാഴമറിയും എന്റെ സ്നേഹരാജനായ യേശുവേ,
വേർപെടുത്താൻ കഴിയില്ലൊന്നിനും. സ്വർഗമോ നരകമോ ദൂതനോ ലോകമോ നിന്നോടുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ വേർപെടുത്താൻ കഴിയില്ലൊന്നിനും. സ്വർഗമോ നരകമോ ദൂതനോ ലോകമോ നിന്നോടുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ വേർപെടുത്താൻ കഴിയില്ലൊന്നിനും. സ്വർഗമോ നരകമോ ദൂതനോ ലോകമോ നിന്നോടുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ വേർപെടുത്താൻ കഴിയില്ലൊന്നിനും. യേശുനാമം മതി, യേശുനാമം മതി, യേശുനാമം മാത്രം മതി, യേശുനാമം മാത്രം മതി, യേശുനാമം മതി, യേശുനാമം മതി, യേശുനാമം യേശുനാമം മാത്രം മതി. മരം പോലെ എന്നെ ആക്കി തീർക്കുന്നവനേ, നീതിമാന്മാരുടെ പാതയിൽ ചരിക്കാൻ എനിക്ക് കൃപ നൽകുന്നവനേ, തീരത്തു നട്ട മരം പോലെ എല്ലാ കാലത്തും ഇലകൾ പച്ചയായി നിൽക്കാൻ എല്ലാ കാലങ്ങളിലും ഫലം പുറപ്പെടുവിക്കുവാൻ വരം നൽകുന്ന സ്നേഹമേ, എന്റെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നവനേ, എന്റെ ആത്മാവിന്റെ തേങ്ങലറിയുന്നവനേ, എന്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്നവനേ, ആരോടും പറയാത്ത എന്റെ ഹൃദയഭാരങ്ങൾ അറിയുന്നവനേ, എന്റെ ഹൃദയ രഹസ്യമറിയുന്നവനേ, എന്റെ ഹൃദയത്തിന്റെ ഉള്ളറകൾ തുറക്കാൻ കഴിയുന്ന താക്കോലുള്ളവനേ, സ്വർഗത്തിൽ വസിക്കുന്നവനേ, അനുതാപിയുടെ ഹൃദയത്തിൽ വസിക്കുന്നവനേ, നീ ശക്തനും ധീരനുമായിരിക്കുക, നീ ശക്തനും ധീരനുമായിരിക്കുക, നീ ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട, നീ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിനക്കു തരും, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളവനേ, ഞാൻ തളരാതിരിക്കാൻ എന്റെ കരം പിടിച്ചിരിക്കുന്നവനേ, തന്റെ ശക്തമായ വലതുകരം കൊണ്ടെന്നെ താങ്ങി നിർത്തുന്നവനേ, പാപച്ചേറ്റിൽ വീണ് കിടക്കുന്നെന്നെ കരം പിടിച്ചു പൊക്കിയെടുത്തൊരു കുഞ്ഞിനെ പോലെ കുളിപ്പിച്ച് മഞ്ഞു പോലെ വെണ്മയുള്ളതാക്കി തീർക്കുന്ന സ്നേഹമേ, എന്നെ തന്റെ തിരുരക്തത്താൽ കഴുകി തുടയ്ക്കുന്നവനേ, ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നതു നിന്റെ മഹത്വമാണല്ലോ, വാനവും ഭൂമിയും സൂര്യനും ചന്ദ്രനും പാടിപ്പുകഴ്ത്തുന്നതു നിന്റെ അവദാനങ്ങളാണല്ലോ, ജീവനും മരണവും നിന്റേതാണല്ലോ, എന്റെ
എന്റെ കുറവുകളെ നിറവുകളാക്കുന്നവനേ ഈശോയേ, എന്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന വചനമേ, എന്റെ ആനന്ദഗാനമേ ഈശോയേ, എന്റെ അലച്ചിലുകൾ എണ്ണുന്നവനേ, എന്റെ ഹൃദയവേദകൾ ജീവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നവനേ. കരമടിച്ചോ? സൃഷ്ടാവായ കർത്താവല്ലോ നീ, മാനവരക്ഷകനായ ദൈവമല്ലോ നീ. ലോകസൃഷ്ടാവായ കർത്താവല്ലോ നീ, മാനവരക്ഷകനായ ദൈവമല്ലോ നീ. ലോകസൃഷ്ടാവായ കർത്താവല്ലോ നീ, മാനവരക്ഷകനായ ദൈവമല്ലോ നീ. ലോകസൃഷ്ടാവായ കർത്താവല്ലോ നീ, മാനവരക്ഷകനായ ദൈവമല്ലോ നീ. വാനവും ഭൂമിയും സൂര്യനും ചന്ദ്രനും പാടിടുന്നു നിന്റെ മഹത്വം, വാഴ്ത്തിടുന്നു നിന്നബദാനം. വാനവും ഭൂമിയും സൂര്യനും ചന്ദ്രനും പാടിടുന്നു നിന്റെ മഹത്വം, വാഴ്ത്തിടുന്നു നിന്നബദാനം. വാനവും ഭൂമിയും സൂര്യനും ചന്ദ്രനും പാടിടുന്നു നിന്റെ മഹത്വം, വാഴ്ത്തിടുന്നു നിന്നബദാനം. വാനവും ഭൂമിയും സൂര്യനും ചന്ദ്രനും പാടിടുന്നു നിന്റെ മഹത്വം, വാഴ്ത്തിടുന്നു നിന്നബദാനം. എഴുന്നേൽക്കാം. യേശുനാമം മതി, യേശുനാമം മതി, യേശുനാമം മാത്രം മതി, യേശുനാമം മാത്രം മതി. ശക്തിയോടെ പാടാം. യേശുനാമം മതി, യേശുനാമം തുള്ളിച്ചാടി പാടാം. മാത്രം മതി, തുള്ളിച്ചാടി അഭിഷേകത്തോടെ. യേശുനാമം മാത്രം മതി, യേശുനാമം മതി, യേശുനാമം മതി, യേശുനാമം മാത്രം മതി, യേശുനാമം മാത്രം മതി, യേശുനാമം മതി, യേശുനാമം മതി, യേശുനാമം ശക്തിയോടെ മാത്രം മതി. കരമുയർത്തി കരമടിച്ച് യേശുനാമം മാത്രം മതി, യേശുനാമം മതി, യേശുനാമം മതി, യേശുനാമം മാത്രം മതി, യേശുനാമം മാത്രം മതി. അഭിഷേകത്തോടെ യേശുനാമം മതി, യേശുനാമം മതി, യേശുനാമം മാത്രം മതി, യേശുനാമം മാത്രം മതി, യേശുനാമം മതി, യേശുനാമം മതി, യേശുനാമം മാത്രം മതി, യേശുനാമം മാത്രം മതി, കരമുയർത്തി യേശുനാമം മതി, യേശുനാമം മതി, യേശുനാമം മാത്രം
ആരാധന ആരാധന ആരാധന. ശക്തമായൊരു അഭിഷേകം. ആയിരങ്ങളുടെ മേൽ മതി, യേശുനാമം മതി. ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ കരുണ വർഷിക്കണമേ, കർത്താവേ കൃപ വർഷിക്കണമേ. ഈശോയേ ഹല്ലെ ഹല്ലേലൂയ ഹല്ലെ ഹല്ലേലൂയ ഹല്ലെ ഹല്ലേലൂയ ഹല്ലെ ഹല്ലേലൂയ ഹല്ലെ ഹല്ലേലൂയ. കരമടിച്ച് ഹല്ലെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലെ ഹല്ലേലൂയ ഹല്ലെ ഹല്ലേലൂയ ഹല്ലെ ഹല്ലേലൂയ ഹല്ലെ ഹല്ലേലൂയ ഹല്ലെ ഹല്ലേലൂയ ഹല്ലെ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുനാമം മതി, യേശുനാമം മതി. ആരാധന ആരാധന. കൃപ വർഷിക്കണമേ, ശക്തി വർഷിക്കണമേ, അഭിഷേകം വർഷിക്കണമേ. Command every evil power to go away from the children of God in the name of Jesus. We command you in the name of Jesus. യേശുനാമത്തിൽ യജാധിക പീഡകൾ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ അസ്വസ്ഥതകൾ വിട്ടുമാറും. യേശുനാമത്തിൽ അന്ധകാര ശക്തികൾ നീങ്ങിപ്പോട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ കൃപ വർഷിക്കണം, ശക്തി വർഷിക്കണമേ, ബന്ധനങ്ങൾ എറിയണം. ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയുടെ മഹത്തരമായ സാന്നിധ്യത്തെ അനുഭവിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ആയിരങ്ങൾ പതിനായിരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. നാനാജാതി മതസ്ഥരായിട്ടുള്ള കർത്താവിന്റെ അനേകായിരം മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയം ഒരുക്കി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തളരാതെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുനാമത്തിന്റെ ശക്തിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തിന്മകൾ, പൈശാചിക പീഡകൾ, ജഡികാസക്തികൾ, തഴക്കദോഷങ്ങൾ, മദ്യാസക്തി വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതരം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ അതരത്തോടൊപ്പം ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുന്നു, ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. യേശുനാമം പാടി പാടി, യേശുനാമം സ്തുതിച്ച് സ്തുതിച്ച് ശരീരം വിശുദ്ധീകരിക്കപ്പെടുന്നു, മനസ്സ് വിശുദ്ധീകരിക്കപ്പെടുന്നു, ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയുന്നു, തെറ്റുകൾ പൊട്ടുന്നു, വിടുതൽ നേടുന്നു. അന്ധകാരം ശക്തി, ഒരു ശക്തി ആയിരങ്ങളുടെ മേൽ വ്യാപരിക്കുന്നു, പതിനായിരങ്ങളുടെ മേൽ കൃപയൊഴുകുന്നു. മനസ്സിന്റെ ഭാരങ്ങൾ, മനസ്സിന്റെ ദുഃഖങ്ങൾ, ആകുലതകൾ, അസ്വസ്ഥതകൾ വിട്ടുപോകുന്നു. ഹല്ലേലൂയ. ഹൃദയം സ്വർഗീയമായ ഒരാനന്ദം കൊണ്ട് നിറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലുള്ള സഹനങ്ങളെല്ലാം ഹല്ലേലൂയ പ്രത്യാശയോടെ ഇന്നുള്ള സഹനങ്ങളിൽ, ഇന്നുള്ള കുറവുകളിൽ ഈശോയെ പ്രത്യാശയോടെ നിലകൊള്ളാൻ കൃപ നൽകണമേ. ഈശോയെ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു. മനസ്സ് നിറയെ സ്തുതിക്കട്ടെ, മതിയാവോളം സ്തുതിക്കട്ടെ, ഉച്ചസ്വരത്തിൽ സ്തുതിക്കട്ടെ. ഓരോരുത്തരുടെയും ശബ്ദം അടുത്തു നിൽക്കുന്ന 100 പേർക്ക് കേൾക്കാൻ പറ്റുന്ന അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ സ്തുതിക്കുന്ന അനുതാപിയുടെ പ്രാർത്ഥന. എന്റെ ഹൃദയം ഞാൻ എന്റെ കർത്താവിന്റെ മുമ്പിൽ തുറന്നു വയ്ക്കും. കർത്താവേ, അങ്ങയുടെ ആലയത്തിൽ ഞാൻ പ്രവേശിക്കും.
കർത്താവേ, അങ്ങയുടെ ആലയത്തിലായിരിക്കുന്നത് എത്രയോ ശ്രേഷ്ഠം. സമാഗമ കൂടാരത്തിന്റെ മേൽ ദൈവ സാന്നിധ്യത്തിന്റെ മേഘമിറങ്ങി വന്ന പോലെ ഇപ്പോൾ ഈ ആലയത്തിന്റെ മേൽ ദൈവമേ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. അവരെല്ലാവരും ആത്മാവിനാൽ നിറഞ്ഞതുപോലെ കർത്താവേ, നിന്റെ മക്കളെ ആത്മാവിനാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ശക്തി നൽകണമേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി 7 നിയോഗങ്ങൾ സമർപ്പിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുസന്നിധിയിൽ അവിടുത്തെ നാമത്തിന്റെ യോഗ്യതകളാൽ നീ യാചിക്കുന്നത് നിനക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിശ്വാസത്തോടെ നീ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കർത്താവ് നിനക്ക് തരും. അങ്ങനെ നിന്റെ സന്തോഷം പൂർണ്ണമാകും. യേശുനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി പിതാവ് പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്നവർക്ക് സമൃദ്ധമായി തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ, നിങ്ങളുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവിടുന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. തന്റെ അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ വഴി നിങ്ങളുടെ ജീവിതത്തിനും വിശ്വാസ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം കർത്താവ് സമൃദ്ധമായി നൽകുന്നു. സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവന്റെ തിരുസന്നിധിയിൽ, ഒന്നിനും കുറവില്ലാത്തവന്റെ തിരുസന്നിധിയിൽ, എല്ലാം സാധ്യമായവന്റെ തിരുസന്നിധിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് പരിപാലിക്കുകയും ഓരോ മനുഷ്യനെയും അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന കരങ്ങൾ അവന്റേതാണല്ലോ. ആ കരങ്ങൾ, ആ സാന്നിധ്യം, ആ ജീവൻ, ആ ചൈതന്യം ഇതാ കൺമുൻപിൽ നമ്മുടെ അൽത്താരയിൽ, ദിവ്യകാരുണ്യത്തിൽ, ഈ കൂട്ടായ്മയിൽ, നമ്മുടെ അകതാരിൽ അവൻ സന്നിഹിതനാണ്. 7 നിയോഗങ്ങൾ സമർപ്പിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി, പുത്തൻ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി സഭ പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മെയ് 19-ാം തീയതി പെന്തക്കോസ്താ തിരുനാളാണ്. സിഹിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്ത് നിരന്തരം കർത്താവിന് വേണ്ടി ദാഹിച്ച് കാത്തിരുന്ന, മുറിയടച്ച് കാത്തിരുന്ന, പുറത്തുപോകാതെ പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിന്ന് പ്രാർത്ഥിച്ച് കാത്തിരുന്ന ആ അപ്പോസ്തലന്മാരുടെ മേൽ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ബാഹ്യമായ അടയാളത്തോടുകൂടെ തീനാവായി, അഗ്നിനാവായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ കർത്താവേ, ബാഹ്യമായ ഒരു അടയാളത്തോടുകൂടെ തന്നെ എന്നിലേക്കും ഇറങ്ങി വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡൗൺ സിൻഡ്രോവും ഓട്ടിസവും ബാധിച്ച കുഞ്ഞുങ്ങളുണ്ട്. കൈക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നടക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ, NICയിലും വെന്റിലേറ്ററിലും കഴിയുന്ന കുഞ്ഞുങ്ങൾ, ഇൻക്യുബേറ്ററിലുള്ള കുഞ്ഞുങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവനും മരണത്തിനുമിടയിൽ മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന കൈക്കുഞ്ഞുങ്ങളെ, നവജാത ശിശുക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികളെ സമർപ്പിക്കുന്നു. 10ാം ക്ലാസ്സിലെ നല്ല റിസൾട്ടിനെ ഓർത്ത് സന്തോഷിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വിചാരിച്ച അത്രയും നല്ല റിസൾട്ട് ലഭിച്ചില്ല എന്ന മാനസിക ഭാരം പേറുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
എല്ലാം നന്മയാക്കി മാറ്റാൻ കഴിയുന്നവന്റെ തിരുസന്നിധിയിലാണെന്ന് ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. +2 റിസൾട്ട് വരാൻ കാത്ത് ഇരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ വിജയം യേശുനാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. CBSE 10ാം ക്ലാസ്സിലെ റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയൊഴുകി ഇറങ്ങട്ടെ. നീറ്റ് പരീക്ഷ എഴുതി അതിന്റെ റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. PG നീറ്റ് എഴുതാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. UPSC പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിക്കുന്നു. PSC പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ, കേട്ടക്ട് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരെ, മറ്റു പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ, ജോലിയുമായി ബന്ധപ്പെട്ട് നിയോഗങ്ങളുള്ളവരെ സമർപ്പിക്കുന്നു. നല്ല ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ വേണ്ടിയും ജോലിക്ക് വേണ്ടിയും വിദേശത്ത് പോകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി പരീക്ഷകൾ എഴുതുന്ന, മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരെയൊക്കെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ കൃപയൊഴുകട്ടെ. ജോലിക്ക് വേണ്ടി വിദേശത്ത് ചെന്നിട്ട് ജോലി ലഭിക്കാതെ വിഷമിച്ച് ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. നാട്ടിൽ ജോലി അന്വേഷിക്കുന്നവരെ സമർപ്പിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ, യുവതി യുവാക്കളെ സമർപ്പിക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ജീവിത പങ്കാളിയെ വേഗത്തിൽ സ്വീകരിക്കാൻ അവർക്ക് ഓരോരുത്തർക്കും കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്തവരെ സമർപ്പിക്കുന്നു. അതികഠിനമായ ചൂട് മൂലം വിഷമിക്കുന്ന ഓരോരുത്തരെയും, പ്രത്യേകിച്ച് പുറത്ത് ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഇപ്പോൾ തൊഴിലിടങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ സമർപ്പിക്കുന്നു. ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗാവസ്ഥയിലായിരുന്നുകൊണ്ട് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഇപ്പോൾ ഒഴുകി വരട്ടെ എന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതികഠിനമായ ചൂടിൽ നിന്ന് ദേശത്തിന് വേഗത്തിൽ വിടുതൽ ലഭിക്കട്ടെ, സമൃദ്ധമായ മഴ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടിവെള്ളം പോലും ഇല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ കുടുംബങ്ങളെ, ദേശങ്ങളെ സമർപ്പിക്കുന്നു. സൂര്യാഘാതമേറ്റ് മരണമടഞ്ഞവർ, രോഗാവസ്ഥയിലായിരിക്കുന്നവർ സമർപ്പിക്കുന്നു. കഴിഞ്ഞ 6 ദിവസങ്ങളായി കാഞ്ഞിരക്കൊല്ലി വനത്തിൽ കാണാതെയായ തോമസ് എന്ന് പറയുന്ന 80 വയസ്സുള്ള ഒരു അപ്പച്ചനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ജോളി എന്ന് പറയുന്ന ഒരു മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്ലഡ് ക്യാൻസർ മൂലം വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ക്യാൻസർ രോഗപീഠകൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ കൃപയൊഴുകട്ടെ. ഡയാലിസിസ് ചെയ്യുന്നവരെയും കിഡ്നി മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ടുള്ളവരെയും സമർപ്പിക്കുന്നു. കർത്താവിന്റെ കൃപയൊഴുകട്ടെ. സ്ട്രോക്ക് വന്ന് കിടക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരെ, വിവാഹമോചനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബങ്ങളെ, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരെ, തെറ്റായ പ്രണയബന്ധങ്ങളിൽ പെട്ടുപോയവരെ, ദാമ്പത്യ അവിശ്വസ്തതകളിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മൊബൈൽ ഫോണിന്റെയും ടിവിയുടെ അഡിക്ഷനിൽ കഴിയുന്നവർ, മദ്യാസക്തിയിൽ കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ലഹരിയുടെ ഉപയോഗത്തിൽ കഴിയുന്ന യുവതിവാക്കളെ, മുതിർന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാതാപിതാക്കളും മക്കളും തമ്മിൽ വഴക്കിൽ കഴിയുന്നവർ, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര ധാരണയില്ലാതെ തെറ്റിദ്ധാരണയിൽ പരസ്പരം അകന്നും ഭിന്നിച്ചും കഴിയുന്നവരെ, സെപ്പറേറ്റഡ് ആയിട്ട് കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വായിൽ ക്യാൻസർ ഉള്ള ഒരു സഹോദരനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ശക്തമായ ഉദരപീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 40ഓളം പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെടലിവേദന കർത്താവ് എടുത്തു മാറ്റുന്നു. അസ്ഥി സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് യേശുനാമത്തിൽ അത്ഭുതകരമായ വിടുതൽ. കുവൈറ്റിൽ ജോലിക്ക് പോയിട്ടുള്ള ഒരു മകന് അവിടെ വെച്ച് വന്നിട്ടുള്ള ഒരു അപകടത്തിൽ നിന്ന് കർത്താവ് ഇപ്പോൾ രക്ഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ വിദേശത്ത് ജയിലിലായിരിക്കുന്ന ഒരു മകന് വിടുതൽ ലഭിക്കാൻ കർത്താവ് ഇടവരുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനസിക രോഗം മൂലം വിഷമിക്കുന്ന 3 പേർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾക്ക് കർത്താവ് ഉത്തരം നൽകുന്നു. സ്തുതിക്കുന്ന കർത്താവിന്റെ കൃപ ദൈവമക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. തെറ്റായ പ്രണയബന്ധത്തിൽ കഴിയുന്ന
കുടുംബജീവിതം നയിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ അതിൽ നിന്ന് മോചിപ്പിച്ച് കുടുംബജീവിതത്തിന്റെ വിശ്വസ്തതയിൽ ജീവിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫോണിന്റെ ദുരുപയോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന മോശമായ രീതിയിൽ വീഡിയോ കോളൊക്കെ ചെയ്ത് തിന്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനേകരെ കർത്താവ് 10ഓളം പേരെ കർത്താവ് ശാസിക്കുന്ന തിന്മയിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ കർത്താവ് ഇടവരുത്തുന്നു. ഹല്ലേലൂയ. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു യുവാവുമായി ബന്ധത്തിൽ കഴിയുന്ന, അത് ഫ്രണ്ട്ഷിപ്പിൽ മോശമായ രീതിയിൽ ഒരു തെറ്റായ പ്രണയബന്ധത്തിൽ കഴിയുന്ന 2 വിദ്യാർത്ഥികളെ കർത്താവ് ശാസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിന്മകളിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പാപ സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ കർത്താവ് കൃപ തരുന്നു. വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ട് മക്കളില്ലാത്തൊരു കുടുംബത്തിന്റെ മേൽ കർത്താവ് സന്താന സൗഭാഗ്യത്തിന്റെ കൃപ വർഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുഞ്ഞ് ജനിച്ച് 9 വർഷമായി അടുത്ത കുഞ്ഞിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് കർത്താവ് സന്താന സൗഭാഗ്യത്തിന് കൃപ നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മദ്യാസക്തി കുടുംബാംഗങ്ങളുടെ മദ്യാസക്തിയിൽ നിന്ന് പൂർണ്ണമായ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 10 കുടുംബങ്ങളെ കർത്താവ് ഇപ്പോൾ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിശക്തമായ നടുവേദന മൂലം, ഡിസ്കുകൾ അകന്നിരിക്കുന്നത് മൂലം ഇപ്പോൾ കിടന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് ശക്തിപ്പെടുത്തുകയും എഴുന്നേറ്റിരിക്കാനും പെടലി വേദന മാറാനും ഭാരം മാറാനും കർത്താവ് ഇടവരുത്തുകയും ചെയ്യുന്നു. ഷോൾഡറിന്റെ ഭാരം കർത്താവ് എടുത്തു മാറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അമിതമായ ചൂട് മൂലമുള്ള അസ്വസ്ഥതകൾ വിട്ടുപോകാൻ ഇടവരുത്തണമേ. തണുത്ത കാറ്റയക്കണമേ, കൃപ വർഷിക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കളുടെ നിയോഗങ്ങളിലേക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ ഇപ്പോൾ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അങ്ങയുടെ മക്കളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്യാസത്തിലേക്കും പൗരോഹിത്യ ജീവിതത്തിലേക്കും ധാരാളം ദൈവവിളി കർത്താവ് നൽകി അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5 യുവതി യുവാക്കൾക്ക് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 5 യുവതി യുവാക്കൾക്ക് കർത്താവ് ദൈവവിളി നൽകി സമർപ്പണ ജീവിതത്തിലേക്ക് ദൈവവിളി നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നൽകുന്ന വിളി തിരിച്ചറിയാനും കർത്താവ് ആ വിളിക്ക് അനുസരിച്ച് ഉത്തരം നൽകാനും ഹൃദയം ഒരുക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളെ കർത്താവ് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പണ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയ്ക്ക് വേണ്ടി എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ആലോചിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് അനേകരോട് ആവശ്യപ്പെടുന്നു. എനിക്ക് എങ്ങനെ ഈശോയോട് കൂടെ ജീവിക്കാൻ കഴിയും, എനിക്ക് എങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ കഴിയും എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ എന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ജീവനായാലും എനിക്ക് മരണമായാലും എനിക്ക് എൻ്റെ യേശു മാത്രം മതി എന്നൊരു മനോഭാവത്തിൽ വളരാൻ കർത്താവ് കൃപ തരുന്നു. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ദിനങ്ങൾ അഴിയുന്നു. ഹല്ലേലൂയ. അതിശക്തമായിട്ടുള്ള ഒരു അഭിഷേകം കർത്താവ് തരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗത്തിന് ഭൂമിക്ക് ചേർന്ന മക്കൾ എന്നതിനേക്കാൾ സ്വർഗത്തിന് ചേർന്ന മക്കളായി തീരാൻ ആഗ്രഹിച്ച ദൈവമക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, എന്നെ സ്വർഗത്തിന് ചേർന്ന ഒരു മകനാക്കണമേ. ഈശോയെ, എന്നെ സ്വർഗത്തിന് ചേർന്ന ഒരു മകളാക്കണമേ.